ശബരിമലയിൽ പൈപ്പിൽ നിന്ന് ഷോക്കേറ്റ് ഭക്ത മരിച്ച സംഭവത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. വിഷയത്തെ ഗൗരവത്തോടെയല്ല ജല അതോറിറ്റി സമീപിച്ചതെന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞു. വിശദീകരണം നൽകാതെ വീണ്ടും സാവകാശം തേടിയതിനാലാണ് ഹൈക്കോടതിയുടെ വിമർശനം. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേർന്നു. നിഷ, എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? രാജ്, കഴിഞ്ഞ മെയ് 19 നീലിമലയിൽ വെച്ച് തെലങ്കാന സ്വദേശിയായ ഭക്ത മരിക്കാനിടയായ സംഭവം, അതായത് കിയോസ്ക് പൈപ്പിൽ നിന്നും ഷോക്കേറ്റ് വെള്ളമെടുക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് ഭക്ത മരിക്കാനിടയായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയം പരിഗണിച്ചപ്പോൾ മൃദു സമീപനമാണ് കാട്ടിയതെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. വീണ്ടും ഈ കേസ് പരിഗണിച്ച സമയത്ത് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതാണ് ഹൈക്കോടതിയുടെ വിമർശനത്തിന് കാരണമായതും. ഈ ശബരിമലയിൽ വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ഈ കിയോസ്ക് പൈപ്പുകൾ പ്രവർത്തിക്കുന്നതെന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി. കാരണം വൈദ്യുതി പോസ്റ്റുകളുമായി ഇതിന് ബന്ധമുണ്ട്. അല്ലാതെ ശരിയായ രീതിയിലല്ല ഈ കിയോസ്ക് പൈപ്പുകൾ പ്രവർത്തിക്കുന്നത്. അക്കാര്യത്തിൽ കുറച്ചുകൂടി മുൻകരുതൽ വേണമായിരുന്നെന്നും ഹൈക്കോടതി പറയുകയുണ്ടായി. എന്തായാലും ഈ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ വൈദ്യുതി ഇൻസ്റ്റലേഷനുകൾ പരിശോധിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. വീണ്ടും ഈ കേസ് അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കും. മെയ് 19 തെലങ്കാന സ്വദേശിയായ ഭരതമ്മ നീലിമലയിൽ വെള്ളമെടുക്കുന്നതിനിടയിൽ കിയോസ്ക് പൈപ്പിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. കൃഷ്ണരാജ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.